ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. ഇന്നൊരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല ഈസി ആയിട്ടും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബൂസ്റ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. ഒരു വെറൈറ്റി ടേസ്റ്റുള്ള പുഡിങ്ങാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. ആദ്യം ഇതാ ഒരു പാൻ എടുത്ത് അതിലേക്ക് ഞാൻ 2 കപ്പ് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അതായത് 500 ml പാലൊഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് കണ്ടൻസ് മിൽക്കും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടൻസ് മിൽക്ക് എന്തായാലും ഒഴിച്ചു കൊടുക്കണം കേട്ടോ, എന്നാലേ പുഡിങ്ങിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമുക്ക് ഇഷ്ടമുള്ളത്ര ഒഴിച്ചു കൊടുക്കാം, മധുരം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 1/4 കപ്പ് കണ്ടൻസ് മിൽക്കും പിന്നെ 1/2 കപ്പ് ഷുഗറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഗ്യാസ് ഓൺ ചെയ്ത് വെക്കുക. ഇനി ഈ പാലൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇല്ലേ ഇതിലേക്ക് ബൂസ്റ്റ് ഇട്ട് കൊടുക്കുക. ഒരു 3 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. 500 ml പാലിന് ഒരു 3 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് മതി കേട്ടോ. ഇനി ബൂസ്റ്ററിൽ നല്ലപോലെ പാലിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി പാലൊന്ന് ചൂടായിട്ട് വരണം, തിളച്ച് വരണ്ട കേട്ടോ. പാൽ തിളക്കാൻ പാടില്ല. നല്ല പോലെ ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ചൈന ഗ്രാസ് ഇട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ആ ചൈന ഗ്രാസ് ഞാനൊരു 10 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിനി. അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. ചൈന ഗ്രാസ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിട്ടേ അതേ വെള്ളത്തിൽ തന്നെ ഒന്ന് മെൽറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതിലേക്ക്. ചൈന ഗ്രാസ് നല്ല പോലെ ഒന്ന് മെൽറ്റ് ചെയ്ത് കൊടുക്കുക. നല്ല പോലെ തിളച്ച് നല്ല പോലെ മെൽട്ടാക്കി എടുക്കണം. അങ്ങനെ ഇതാ ചൈന ഗ്രാസിൽ നല്ല പോലെ മെൽട്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നേരത്തെ നമ്മൾ ബൂസ്റ്റിൻ്റെ മിക്സില്ലേ അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. ഇത് പാൽ തിളക്കാൻ പാടില്ല കേട്ടോ. പാൽ തിളക്കുന്നതിന് മുമ്പേ വേണം ഈ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ചൈന ഗ്രാസും പാലെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക. നല്ല പോലെ ഒന്ന് തിളച്ച് വരണ്ട കേട്ടോ. അപ്പോൾ ഇങ്ങനെ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ല പോലെ ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ചൂടാക്കിയെടുക്കുക. ഇനി ഇതാ പുഡിങ്ങിൻ്റെ മിക്സ് ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പുഡിങ്ങിൻ്റെ ട്രെയിലോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ബൗളിലോ എന്തിൽ വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതൊന്നൊരു സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് ചൂടാറാനും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. നല്ല പോലെ ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുക കേട്ടോ. നല്ല പോലെ തണുപ്പിച്ചെടുക്കുക. ഒരു 3-4 മണിക്കൂർ എന്തായാലും വെക്കണം. ചൂടാറിയതിന് ശേഷം വേണം കേട്ടോ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കാൻ. അങ്ങനെ ഇതാ നല്ല പോലെ തണുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ആ പുഡിങ് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല പോലെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല പെർഫെക്റ്റായിട്ട് ആ പുഡിങ്ങിൻ്റെ പരുവത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഞാനൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ആ ഒരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇങ്ങനെ ഈ ബൗളിൽ തന്നെ കഴിച്ചാലും പ്രശ്നമൊന്നുമില്ല. പക്ഷെ കാണാനൊരു രസത്തിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബൂസ്റ്റ് കൂടി ഇങ്ങനെ ഒരു അരിപ്പയിലിട്ടിട്ട് ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാണാനൊരു രസത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പുഡിങ് ആകുമ്പോൾ കാണാനൊരു ഡെക്കറേഷൻ ഇല്ലെങ്കിൽ ഒരു പാങ്ങില്ലല്ലോ. അതുകൊണ്ട് ഞാനിതാ ഇങ്ങനെ ബൂസ്റ്റ് കൂടി വെച്ചിട്ട് തന്നെ ഒരു അരിപ്പയിലിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് മാത്രമാണ് കേട്ടോ. വേറെ ഒന്നും ഇങ്ങനെ ഡെക്കറേഷനായിട്ടൊന്നും ചെയ്യുന്നൊന്നുമില്ല.
അങ്ങനെ ഇത് എത്ര കഴിച്ചാലും മതിയാവാത്ത നല്ല അടിപൊളി ബൂസ്റ്റ് പുഡിങ് റെഡിയായി. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റാണ്, നമുക്കൊരു വെറൈറ്റി ടേസ്റ്റുള്ള പുഡിങ്ങാണ്. നമുക്ക് ഏത് ഫംഗ്ഷനും എന്തിനും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. എല്ലാവരും മറക്കാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഓക്കെ, ബൈ.